ആദ്യത്തെ അപ്ഡേറ്റ് ഗുജറാത്തുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും തകർപ്പൻ വിജയം നേടി നിൽക്കുന്ന ജിടിക്ക് ഒരു തിരിച്ചടി എന്നോണം വ്യക്തിപരമായ കാരണങ്ങളാൽ കഗീസോ റബാദ ടീമിന്റെ ക്യാമ്പിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മത്സരം താരം കളിക്കാതെ പോയതും ഇതേ കാരണം കൊണ്ടായിരുന്നു. എന്താണ് ഈ വ്യക്തിപരമായ കാരണമെന്നോ താരം ഇന്ന് തിരികെ വരുമോ എന്നതിൽ ഒരു ക്ലാരിറ്റി മാനേജ്മെന്റ് നൽകിയിട്ടില്ല. സോ വരുന്ന മത്സരങ്ങളിൽ റബാദയുടെ സർവീസ് ജിടിക്ക് ലഭിക്കില്ല. അടുത്ത അപ്ഡേറ്റ് ചെന്നൈയുമായി ബന്ധപ്പെട്ടതാണ്. ടീമിന്റെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്ട്രഗിളിംഗ് മൂലം കഴിഞ്ഞ 2 മത്സരങ്ങളിലും പരാജയം ഏറ്റുവാങ്ങിയ CSK ഒരു വലിയ ഡെവലപ്മെന്റ് എന്നോണം ആയുഷ് മാത്ര എന്ന മുംബൈ ഡൊമസ്റ്റിക് താരത്തെ ട്രയൽസിന് വേണ്ടി CSK ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സീസണിന്റെ പകുതിയിൽ വെച്ച് ഇങ്ങനെ ഒരു നീക്കം ടീം നടത്തിയത് ഒരു പൊട്ടൻഷ്യൽ റീപ്ലേസ്മെന്റ് വന്നേക്കാം എന്ന സൂചന ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യയുടെ അണ്ടർ-19 ടീമിന്റെ ഭാഗമായിരുന്ന താരം ഡൊമസ്റ്റിക്കിൽ ഇംപ്രസീവായ പെർഫോമൻസ് തന്നെ നടത്തിയിട്ടുണ്ട്. എങ്കിലും CSK ടീമിൽ ആർക്കാണ് പരിക്കുള്ളത് എന്ന കാര്യം വ്യക്തമല്ല. അവസാനത്തെ അപ്ഡേറ്റ് ഹൈദരാബാദുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ സീസണിൽ തകർത്തടിച്ച ഹെഡ് അഭിഷേക് കോമ്പിനേഷൻ ഈ സീസണിൽ ഇതുവരെ പരാജയപ്പെട്ടതോടെ ടീമിന്റെ പെർഫോമൻസിനെയും അത് നന്നായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ടീമിന്റെ ടോപ്പ് 3ക്ക് വേണ്ടി 40 കോടി SRH മുടക്കിയപ്പോൾ ആദ്യ മത്സരത്തിൽ മാത്രമായിരുന്നു ടോട്ടലായി ഇവർ തെളിഞ്ഞത്. അന്ന് ഇഷാന് തുടക്കത്തിലെ സ്ലിപ്പ് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ സെഞ്ചുറി എന്നത് ഡക്കിലേക്ക് ഒതുങ്ങുകയും ചെയ്യുമായിരുന്നു. 200 മുകളിലുള്ള ചേസുകളിലെ ഏറ്റവും ലോവസ്റ്റ് ബാറ്റിംഗ് ആവറേജ് എന്ന മോശം റെക്കോർഡ് ഇന്നലെ ട്രാവിസ് ഹെഡിനെ തേടി വന്നിരുന്നു. ഹെഡിന് മുന്നിലുള്ള ഏകതാരം സുനിൽ നാരായണാണ്. സോ ടീമിന്റെ ടോപ്പ് ഓർഡർ സ്റ്റെപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ ഹൈദരാബാദിന്റെ സീസണിലെ മുന്നോട്ടുള്ള പോക്ക് ഒട്ടും സ്മൂത്ത് ആയിരിക്കില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്.